ഹായ് ഹലോ നമസ്കാരം. ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇന്നത്തെ ഉച്ചയൂണ് കറികളാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടതിന് ശേഷം കറികൾ വയ്ക്കാൻ തുടങ്ങണം. അപ്പം ആദ്യം നമ്മൾ ഒരു ചാളക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചാള നാളികേരപ്പാലിൽ വറ്റിച്ചെടുത്തതാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു അരമുറിയോളം നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. ചെരുകിയെടുത്ത നാളികേരം ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഒത്തിരി കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. അരമുറി മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അധികം നാളികേരം വേണ്ട. അപ്പോൾ നാളികേരമൊക്കെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നടിച്ച് പിഴിഞ്ഞെടുത്തത് ബാക്കി ഉള്ള നാളികേരത്തിൽ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി എടുക്കണില്ല. ഇപ്പോൾ 2 ടീസ്പൂൺ മുളകും പൊടിയും ഏകദേശം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്, കുറച്ച് കറിവേപ്പിലയും. പിന്നെ മാങ്ങിയിട്ടിട്ടാണ് നമ്മളിത് കറി വയ്ക്കുന്നത്. അപ്പം അതിനായിട്ട് ഒരു ചെറിയ മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അത്രയും നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒരു ചെറിയ മാങ്ങ മതി. പിഞ്ചി വേണമെങ്കിൽ ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും മാങ്ങി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിച്ചെടുത്ത മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഏകദേശം 1 ഗ്ലാസോളം വെള്ളം, ചെറിയ ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി അരച്ചെടുത്തുള്ളത്. പിന്നെ നമ്മൾ എടുത്തു വെച്ച നാളികേരപ്പാലും കൂടി ഒഴിച്ച് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ക്ലീൻ ചെയ്തെടുത്ത ചെറിയ മത്തിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി മുഴുവനായിട്ട് മൂടി വെക്കേണ്ട, ഒരു 3/4 ഭാഗത്തോളം മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതേപ്പം നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാറൊക്കെ നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. നല്ല വറ്റിയിട്ടാണ്. മുളകും പൊടിയിലും മഞ്ഞൾപ്പൊടിയിലും നാളികേരപ്പാലിൻ്റെയും ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ നല്ല ഫ്ലേവറൊക്കെ മീനിൽ പിടിച്ച് നല്ലോണം വറ്റി, ഒട്ടും ചാറ് ഉണ്ടാവില്ല. അതിന് നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് അവസാനമായി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് അടച്ചു വെച്ച് മാറ്റി വയ്ക്കുക. പിന്നെ തോരനായിട്ട് കുറച്ച് പച്ച പയറാണ് എടുക്കുന്നത്. അപ്പോൾ പച്ചപ്പയറൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വയ്ക്കുക നമുക്ക്. അതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചപ്പയറൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി കൂടി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കടുകൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത പച്ചപ്പയർ അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്ത്
അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഈ സമയത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചപ്പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് മൂടി വെച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ കുറച്ച് പരിപ്പൊന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് പരിപ്പ് കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പിടി പരിപ്പൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് ഒരു വിസിലടിച്ച് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പൂള് മാങ്ങ ചെറുതായി കട്ട് ചെയ്തത്, 1/4 സ്പൂണോളം മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം കൂടി വെന്ത് വരുമ്പോൾ, മാങ്ങയൊക്കെ നന്നായി വെന്ത് പുളിയൊക്കെ പിടിച്ചു വരുമ്പോൾ നമുക്കിത് കാച്ചിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയ ഒരു പരിപ്പ് കറിയാണിത്. അപ്പോൾ മാങ്ങയൊക്കെ നന്നായി വെന്ത് ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ ഒരു പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണിത്. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ ഉച്ചയൂണ് കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. മാങ്ങയിട്ട് നാളികേരപ്പാലിൽ വറ്റിച്ചെടുത്തൊരു ചാളക്കറി, അതുപോലെ തന്നെ ഈസിയായ ഒരു പരിപ്പ് കറി, പയറുപ്പേരി, മീൻ വറുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വരും വരെ ബായ്.